ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ഷെൽഫ് തുറന്നപ്പോൾ നമ്മളുടെ കണ്ണിലിതാ ഈ ഒരു ഫോം ഷീറ്റാണ് പെട്ടത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കുകയാണ് അതിലെന്തൊക്കെ കളറൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ ഫോം ഷീറ്റിൻ്റെ കവർ മൊത്തമായിട്ട് എടുത്തു കിട്ടാം. തന്നെ അത് ഒരെണ്ണം മാത്രം വലിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഇതാ ഇതേപോലെ അങ്ങ് എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഇതിൽ നിന്ന് വൈറ്റ് കളർ ഫോം ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു അടിപൊളി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ ഒരു പേപ്പറിൽ വരച്ചെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് പാറ്റേൺ ഈ ഒരു ഫോം ഷീറ്റിൽ വരച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫോം ഷീറ്റ് ഉണ്ടെങ്കിലാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നമുക്ക് വീട്ടിൽ നിസ്സാര വിലയിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് മാത്രമല്ല, ഇത് വെച്ചിട്ട് നമുക്ക് സെയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 5 ഇതാണ് വേണ്ടത്. ഇതൊരു പെറ്റൽ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ 5 പീസസ് ആണ് നമ്മൾ വേണ്ടത്. അത് 5 എണ്ണം വരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ടിയർ ഡ്രോപ്പ് ഷേപ്പ് വരയ്ക്കാൻ നല്ല ഈസി അല്ലേ, ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്ത് വരച്ചാൽ മതി. പിന്നെ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ആക്കി കൊടുത്തു. അത് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് ആ സൈഡുകൾ എൻ്റെ ഭാഗം ബാക്കിലോട്ടും സൈഡ് ഇങ്ങനെ മുകളിലോട്ടും ആവുന്ന വിധത്തിൽ ഒന്ന് വലിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ഈ ഒരു തുമ്പുണ്ടല്ലോ അതും കൂടെ ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല കുറച്ചൊന്ന് തിന്നായി കിട്ടും. ആ ഒരു തിക്നെസ് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഫോം ഷീറ്റിന് ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് കുറഞ്ഞ് കിട്ടും. അതിനാണ് അയൺ ബോക്സിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കൈയൊക്കെ സൂക്ഷിക്കുക കേട്ടോ. ഇനി അതിന് ശേഷം കുറച്ച് യെല്ലോ പെയിൻറ്റ് ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രഷിലെടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള പെയിൻറ്റ് കളഞ്ഞതിന് ശേഷം ഈ ഒരു എൻ്റെ ഭാഗത്ത് നമ്മളിതാ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് എടുക്കണ്ട. എടുത്തതിന് ശേഷം എന്തിലെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അധികം കാണുന്നത് ഈ ഒരു യെല്ലോ ആണ്. നമുക്കിഷ്ടമുള്ള ഏത് കളറുകളും ഇതിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു യെല്ലോ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഈ ഒരു കളറാണ്. ഒരുപാട് കളറായപ്പോൾ ഇഷ്ടമായില്ല. പിന്നെ അതിന് ശേഷം ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സസ് ആയിട്ടുള്ള പെയിൻറ്റൊക്കെ പോവും. അപ്പോൾ തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഉരച്ചൊരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ടൊക്കെ വരും. പിന്നെ ഓരോ പെറ്റൽസ് എടുത്ത് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇത്രയും ഭാഗം മാത്രം ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗം കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് സംഭവം എന്നല്ലേ. ഇനി നമ്മുടെ ഗ്ലൂ ഗൺ തന്നെ വെച്ചിട്ട് ഉള്ളിലൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ചൂടാക്കി കൊടുത്തിട്ട് ഈ എൻ്റെ ഭാഗം ഇങ്ങനെ പിടിച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് വരും കേട്ടോ. ഗ്ലൂ ഗൺ ഇട്ട് കൊടുക്കുകയല്ലാട്ടോ ചെയ്തത്, നമ്മൾ ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം എൻ്റെ ഭാഗം ഇതേപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ലുക്കിലോട്ട് തന്നെ വന്നു കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഗ്ലൂ ഗണ്ണ് ഇവിടെ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ബീഡ്സും കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെൻറ്ററിലത്തെ ആ ഒരു ഭംഗിയും കൂടെ ഒന്നും കൂടെ ഒന്ന് ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ സൈസൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം. ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഒറ്റ സൈസേ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതേപോലെ നമ്മുടെ ഒരു ഹെയർ ടൈ ഉണ്ടല്ലോ അതിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്ക് ഭാഗമൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഗ്ലൂ ഗൺ വെച്ച് നമ്മളിതേപോലെ ഫിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഹെയർ ടൈയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ് ഇത് ടിക് ടാക് ക്ലിപ്പിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കുട്ടികളുടെ ഹെയർ ക്ലിപ്പിലോ ഹെയർ ബാൻഡിലോ എല്ലാം ചെയ്യാം കേട്ടോ. ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡിസൈൻസ് കണ്ടോ, പലതും പല പോലെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻസ് ആക്കിയെടുക്കാം. വലിപ്പങ്ങളും കണ്ടോ, ഡിഫറെൻറ്റ് ടൈപ്പിൽ വലിപ്പത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ ക്ലിപ്പായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ.